എന്തിനാണ് ഷിംജിതയുടെ വീട്ടിൽ പോകാൻ പറയുന്നത്? അവിടെ ഓൾറെഡി രാഹുൽ ഈശ്വർ പോയി പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് അവിടെ നിന്നില്ലല്ലോ നോക്കാൻ വേണ്ടിട്ട്. എന്ത് പ്രഹസനമാണ് സജി. അത്രയ്ക്ക് വിഷമമാണെങ്കിൽ ഷിംജിതയുടെ വീട്ടിൽ പോയിട്ട് മക്കളെയും കണ്ട് കുറച്ച് ഫുഡും കൊടുക്കാറുണ്ടല്ലോ. എനിക്കാണോ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ എന്താണ് തീർച്ചയായിട്ടും കൊടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല. അതിനത്ര വൃത്തിയായിട്ട കാര്യമാണ്. നേരെ തിരിച്ച് രാഹുൽ ഈശ്വർ വീട്ടിൽ പോയി കൊച്ചുങ്ങൾക്ക് കൊടുക്കാം, അച്ഛനെ അമ്മ നോക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. അവർക്കാണ് ആരും ഇല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഷിംജിതയുടെ വീട്ടിൽ ആഹാരം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ട്? അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, അവരുടെ ഭർത്താവും ഉണ്ട്, അവരുടെ അനിയനും ഉണ്ട്. പക്ഷെ അപ്പത്തെ വീട്ടിൽ പോകാൻ ആരും ഇല്ല. അവർക്കല്ലേ അനാഥൻ ഇല്ലാതായി പോയി. അവിടെയല്ലേ എന്നോട് പോകാൻ പറയട്ടെ നിങ്ങള്. ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? എന്തിനാണ് എന്നോട് ഷിംജിതയുടെ വീട്ടിൽ പോകാൻ പറയുന്നത്? അവിടെ ഓൾറെഡി രാഹുൽ ഈശ്വർ പോയി പൈസ കൊടുത്തു. പൈസ കൊടുത്തിട്ട് അവിടെ നിന്നില്ലല്ലോ നോക്കാൻ വേണ്ടിട്ട്. 3 ലക്ഷം രൂപ. അല്ല, നിങ്ങളാണ് നേരത്തെ പറഞ്ഞത് അവർക്ക് ജീവിതം ഇല്ലാണ്ടാക്കി, അവരുടെ വരുമാനം ഇല്ലാണ്ടാക്കി. വരുമാനം ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ആൾക്കാരുണ്ട്. ഉണ്ട്. ആ സ്പേസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്ത് ആരും സഹായിക്കുന്നില്ല. ഞാൻ സഹായിച്ചോണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ. എനിക്ക് ഇത്രയും സഹായിക്കാൻ പറ്റും. നിനക്ക് നിന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ആത്മാർത്ഥയുണ്ട്? ഈ കാണിച്ചോണ്ടിരിക്കുന്ന വെറും പട്ടിഷോയാ, വെറും പട്ടിഷോ. എനിക്ക് എന്റേതായ ഉത്തരവാദിത്വം ഉണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിന് ഒരു നേരം ആഹാരം കൊടുക്കണം. അല്ലാതെ ഷിംജിതയുടെ കുട്ടികൾക്ക് ഒരു കുടുംബം മൊത്തവും നാട് മുഴുവനും അവരെ ഐസൊലേറ്റ് ചെയ്താലും നാട്ടുകാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതിപ്പോ നിങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അറിയാം. കിട്ടുക എന്നുള്ളത് ബെനിഫിഷ്യൽ ആയി ചിന്തിച്ചിട്ട് അല്ലെ കിട്ടുന്നത് മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വലിയ ആക്രാന്തം ഒന്നുമില്ല. പട്ടിണിയില്ലാണ്ട് ജീവിക്കണം മുകേഷ് അംബാനിയെ പോലെ. അങ്ങനെ ഒരാളായിട്ട് എന്നെ കരുതുകയും വേണ്ട. കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് കിട്ടാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ഞാൻ എനിക്കറിയാവുന്നതാണ് പറയുന്നത്, അല്ലാതെ ഞാൻ പോയിരുന്നു പഠിച്ചിട്ട് വരുന്നതല്ല. നിങ്ങളോട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്പോണ്ടേനിയസ്ലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കൺഫ്യൂഷൻസോ എനിക്ക് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ്, അതാണ് അവന്റെ പ്രശ്നം. ഒരു ചെറിയ ബ്ലോക്ക്. എനിക്ക് നല്ല ക്ലാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ക്ലാരിറ്റി. അല്ലാതെ ഷിംജിത ചെയ്തതിലോ അല്ലെ ദീപക് ചെയ്തതിനപ്പുറത്തേക്ക് എനിക്ക് ഞാൻ കാണുന്നതിലും ഞാൻ ചെയ്യുന്നതിലും ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്?